വളരെ സജീവമായുള്ള ഒരു മേഖലയാണിത്. അത് വളരെ മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ പ്രദേശത്ത് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് പോലീസിന്റെയും ദൗത്യം. അതുപോലെ അതിന് വളരെയേറെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് റെസിഡൻസ് അസോസിയേഷനുകൾ. എപ്പോഴും പോലീസ് സ്റ്റേഷന് വലിയൊരു ഏരിയ ആണുള്ളത്. ഇവിടെ അങ്കമാലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പോലീസ് സ്റ്റേഷനുള്ള ഏരിയ ഉണ്ട്, ഹൈവേ ഉണ്ട്, അതുപോലെ അത്ര ഏരിയ ഉണ്ട്. എന്നാൽ വളരെ പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള ഒരു സ്റ്റേഷനാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് തന്നെ ഇടപെടാൻ പറ്റില്ല. അതിന് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻകാർക്ക് വളരെ പങ്കുവഹിക്കാനായിട്ട് പറ്റും. ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഒരു ആലോചനയായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത് പറയുന്നത്, ഇപ്പോ രാത്രി കാലങ്ങളിൽ മോഷണങ്ങൾ വളരെ കൂടുതലാണ്. നിങ്ങൾ വളരെ ഭയപ്പെടുന്ന രീതിയിലുള്ള മോഷണങ്ങൾ, ചെറിയ മോഷണങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് റെസിഡൻസ് അസോസിയേഷനുകൾക്കായിട്ട് അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിനൊക്കെ കുറച്ച് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ ഒരു മോഷ്ടാവ് വരുന്നത് രാത്രിയാണ് മോഷ്ടിക്കാൻ വരുന്നതെങ്കിലും അയാൾ എന്തായാലും പകൽ വന്ന് ആ സ്ഥലമെല്ലാം വീക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോഴ് കച്ചവടത്തിനായിട്ടും അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടും വീടുകളിൽ വരുന്നവരെ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും അവരാരാണെന്ന് മനസ്സിലാക്കി വെക്കുകയും അവരെ ഒരു ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരാള് രാത്രി വന്നാൽ അയാളുടെ CCTV ഫൂട്ടേജ് നോക്കുമ്പോൾ ഇയാൾ ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ എല്ലാവർക്കും ഈ ഭയമല്ല വേണ്ടത്, ഇതിനെ ഒരു നമ്മൾ കരുതലോടുകൂടെ ഇതിനെ അതിനെ നേരിടേണ്ടതാണ് ആവശ്യം. അതിന് ഒരു ബോധവൽക്കരണം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് കുട്ടികൾ മുതൽ ഈ മയക്കുമരുന്നിലേക്ക് വഴുതി വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്ക് പോലും അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ ആയി പോവുകയാണ്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അയാളെ കണ്ടെത്തി അത് തിരുത്തുക എന്ന് പറയുന്നത്, അങ്ങനെ എത്ര പേരെ തിരുത്തിയാലാണ് അത് കറക്റ്റ് ആവാൻ പറ്റുക? അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നവരെ അല്ലെങ്കിൽ ഇതിന് കച്ചവടത്തിന് വരുന്നവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം. അത് റെസിഡൻസ് അസോസിയേഷനുകൾ ചെറിയ കടകളിലും ഈ ജംഗ്ഷനുകളിലും കവലകളിലും വന്ന് നിൽക്കുന്നവർ, അവരിൽ നിന്ന് ഇതിനുള്ള ഇൻപുട്ട് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതിനൊരു ശക്തമായ നടപടി എടുക്കുവാൻ പറ്റും. അത് ഈ മയക്കുമരുന്നിനെതിരെ നമുക്ക് ഈ റെസിഡൻസ് അസോസിയേഷനായിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് അതിഥി തൊഴിലാളികൾ. നമ്മുടെ പ്രദേശത്ത് വളരെയധികം അതിഥി തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. അവർ അധികം ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായം എന്ന് പറയുന്ന ഓരോ റെസിഡൻസ് അസോസിയേഷനും അവരുടെ മേഖലകളിൽ ആരൊക്കെയാണ് അതിഥി തൊഴിലാളികളായി താമസിക്കുന്നത് അവരുടെ പറ്റി ഒരു വ്യക്തമായൊരു ഡേറ്റ അപ്പോൾ ഓരോ റെസിഡൻസ് അസോസിയേഷന്റെയും കയ്യിലുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ അവരുടെ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വളരെ സഹായകമാണ്. ഇതിപ്പോൾ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്ക് അതിഥി തൊഴിലാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വളരെയധികം സഹായിക്കാനായിട്ട് പറ്റും. അതുപോലെ പോലീസ് നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാകും. ഏത് സമയത്തും നിങ്ങളെ വിളിച്ചാൽ നിങ്ങളുടെ വെളിപ്പാടകലെ പോലീസ് ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.